ജപമാല ചൊല്ലി ആരാധിച്ച് വചനം കേട്ട് കഴിഞ്ഞ 25 വർഷക്കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് ദൈവം നൽകിയ അത്ഭുതകരമായ അനുഗ്രഹത്തിന് അനേക ലക്ഷം കോടി ജനങ്ങൾ 7 ഭാഷകളിലുള്ള ധ്യാനത്തിലൂടെ മാനസാന്തരം സ്വീകരിച്ച് നല്ല വ്യക്തിജീവിതം, കുടുംബജീവിതം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ജീവിതം, ഇതെല്ലാം യേശുക്രിസ്തുവിലൂടെ ഈ ധ്യാനമന്ദിരം വഴിയായി ദൈവം ചെയ്തതിന് ദൈവത്തോട് നന്ദി പറയുവാൻ, അതോടൊപ്പം ഇനിയും അനേകം കോടി ജനങ്ങൾക്ക് തുടർന്നുള്ള നാളുകളിൽ ഈ ധ്യാനമന്ദിരത്തിലൂടെ കർത്താവിന്റെ അത്ഭുതകരമായ കൃപയും അനുഗ്രഹവും ഒഴുകുവാൻ, ഈ ധ്യാനമന്ദിരത്തിന്റെ വചന ശുശ്രൂഷകളിലൂടെ കഴിഞ്ഞ നാളുകളിൽ അനേകം ധ്യാനമന്ദിരങ്ങൾ, വചന ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, പരസ്നേഹ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, ഇതിനെല്ലാം രൂപപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ധ്യാനമന്ദിരത്തെ ഉപയോഗിച്ചു. ഇനിയും ഈ ധ്യാനമന്ദിരത്തിലൂടെ അനേകം ശുശ്രൂഷകൾ അനേകം വ്യക്തികളിലേക്ക് അഭിഷേകമായി ഒഴുകുവാനായിട്ടിടയാകണം. ഇതിനെല്ലാം വേണ്ടി നമ്മൾ കർത്താവിന്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കണം. ഈ ആഴ്ചയിൽ ദൈവസന്നിധിയിൽ നീ കരമുയർത്തുമ്പോൾ നീ ആർക്ക് വേണ്ടിയാണ് കരമുയർത്തുന്നത്, ആരെയാണോ സ്തുതിക്കുന്നത്, ആ ദൈവം ഇറങ്ങി വരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അനുഭവം, നമ്മുടെ രോഗങ്ങൾക്കും വേദനകൾക്കും സഹനത്തിനും നഷ്ടത്തിനുമെല്ലാം വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി അഭിമാനത്തോടെ അതിൽ ആനന്ദിക്കാനുള്ള കൃപ, ഇതെല്ലാം നമുക്ക് ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി വളരെ വിഷമത്തോടെ എന്റെ അടുക്കൽ വന്നു. അവളുടെ വിഷമത്തിന് കാരണം കഴിഞ്ഞ 12 വർഷത്തിലധികമായിട്ട് ഒരു കാര്യം നടത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് അവള് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു, ധ്യാനം കൂടുന്നു, ജപമാല ചൊല്ലുന്നു, ഇതെല്ലാം ചെയ്തിട്ടും അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ട് വളരെ വിഷമിച്ച് നിരാശപ്പെട്ട് പരാതിയുമായിട്ടാണ് എന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ഞാന് ആ സഹോദരിയുടെ മുഖത്ത് നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ ഒരു അല്പം പരിഹാസം കലർത്തി ഇങ്ങനെ പറഞ്ഞു, എത്ര വർഷം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, ഏതെല്ലാം ധ്യാനം കൂടിയിട്ടും അനുഗ്രഹം കിട്ടിയില്ലല്ലോ എന്നുള്ളതല്ല, നീ ധ്യാനം കൂടിയിട്ട് കൂടുന്ന ധ്യാനത്തിൽ അഭിഷേകം കിട്ടണമെങ്കിൽ, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ കാര്യവും അനുഗ്രഹമായി തീരണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, അനുഗ്രഹം തരുന്ന, ആനന്ദം തരുന്ന, സന്തോഷം തരുന്ന ദൈവത്തിന്റെ ശൈലി എന്താണ് എന്ന് നീ അറിയണം. ഇത്രയും നാള് നീ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിനാൽ വിഷമിച്ചതിന്റെ കാരണം, പരാതി പറയുന്നതിന്റെ കാരണം, നിരാശപ്പെടുന്നതിന്റെ കാരണം നീ ദൈവത്തിന്റെ ശൈലി അറിയാത്തതുകൊണ്ടാണ്. ആര് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വിഷമിക്കുന്നോ, മനസ്സുമടുക്കുന്നോ, നിരാശപ്പെടുന്നോ, പരാതി പറയുന്നോ, അതിന്റെ എല്ലാം കാരണം എന്താന്നാ ഞാൻ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരേണ്ട, രോഗത്തെ സുഖപ്പെടുത്തേണ്ട, അനുഗ്രഹം വർഷിക്കേണ്ട ദൈവത്തിന്റെ പറയും ശൈലി അറിയാത്തതുകൊണ്ടോ? മരിയൻ ധ്യാനത്തിന് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ ശൈലി അറിയാവോ? അറിയാവോ? എന്നാ എല്ലാവരും ശ്രദ്ധിച്ചോളണം. ഞാൻ ആ സഹോദരിക്ക് ദൈവത്തിന്റെ ശൈലി എന്താണ്, കർത്താവിന്റെ ശൈലി എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. കർത്താവിന്റെ ശൈലി കരമുയർത്തി കരമുയർത്തി കൈകൊഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ ശൈലി. കരമുയർത്തി കരമുയർത്തി കൈകൊഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ ശൈലി. എന്താ അർത്ഥം? നീ എത്ര സമയം കൈ ഉയർത്തി എന്നുള്ളതല്ല, ഈ കരം കർത്താവിന് വേണ്ടി എന്തോരം ഉയർത്തിയിട്ടും കൈ കുഴഞ്ഞാലും ഞാന്
മടുക്കിയല എന്ന് നിന്റെ ഉള്ളിലെ ബോധ്യത്തോടുകൂടി അവൻ ഇറങ്ങി വരുന്നോടം വരെ ഈ കരമിങ്ങനെ ഉയർന്നു നിൽക്കും എന്ന് നിന്റെ ഉള്ളിൽ ഒരു ബോധ്യം ലഭിച്ചാൽ അവിടെ ദൈവം ഇറങ്ങി വരും. പറയൂ ഹല്ലേലൂയ. നല്ല ശബ്ദത്തിൽ പറയണം. ഏതായാലും പറയല്ലേ, നന്ന ശബ്ദത്തിൽ പറയൂ. ഇനി കേൾക്ക്. സ്വരമുയർത്തി സ്വരമുയർത്തി സ്വരം പോയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ ശൈലി. എനിക്ക് എന്റെ കർത്താവ് തന്ന ഈ ശബ്ദം കർത്താവിനെ സ്തുതിക്കാൻ ഞാൻ എത്ര വിട്ടുകൊടുത്തിട്ടും, ഞാനെങ്ങനെ വിട്ടുകൊടുത്ത് എന്റെ സ്വരം പോയാലും ഞാൻ നിർത്തിയല്ല. സ്വരമുയർത്തി സ്വരമുയർത്തി സ്വരം പോയാലേ, ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ശബ്ദം പോയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ. പക്ഷേ പറയൂ, അതാണ് അവന്റെ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുകിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ. മുട്ടുകുത്തി മുട്ടുകുത്തി മുട്ടുപൊട്ടിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ. സഹിച്ച് സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം, നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും അനുവദിക്കുന്ന ദൈവത്തിനൊരു ഉത്തരവുണ്ട്. അത് കിട്ടുന്നോളം വരെ ഞാൻ മടിക്കിയല്ല. കിട്ടുന്നോളം വരെ ഈ കരം ഞാൻ ഉയർത്തും. കിട്ടിക്കഴിയുമ്പോ താത്തുവോ ഇല്ല, തുറന്നും കർത്താവിന് വേണ്ടി ഞാൻ ഈ കരം ഉയർത്തും. കർത്താവിന് വേണ്ടി എന്റെ സ്വരം ഞാൻ ഉയർത്തും. കർത്താവിന് വേണ്ടി ഞാൻ മുട്ടുകുത്തും. കർത്താവിന് വേണ്ടി, കർത്താവിന് ചേർന്നിരിക്കാൻ വേണ്ടി എനിക്ക് നൽകിയതെല്ലാം ചേർത്ത് വെച്ച് ഞാൻ ആരാധിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തിക്കുകയും. അപ്പോ ദൈവത്തിനു മുമ്പിലായിരിക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം ഈ വലിയ ബോധ്യം ഉണ്ടാകണം. ഇന്നലെ ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ബലിയർപ്പിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ജപമാല ചൊല്ലിയിട്ട് നടന്നില്ലല്ലോ, എത്ര നാളായി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് കിട്ടിയില്ലല്ലോ. ദൈവത്തിനു മുമ്പിൽ കരമുയർത്തിയിരിക്കുന്ന സഹോദര സഹോദരി, ഇന്നലകളിൽ കിട്ടാത്തതായ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ദുഃഖമോ ഭാരമോ വേദനയുണ്ടെങ്കിൽ അതിനെ മുഴുവൻ ഈ കരങ്ങളിൽ, ഉയർത്തി കരങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. കർത്താവിന്റെ കരങ്ങളിലേക്ക് അതിനെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട്, ഞാൻ മടുക്കിയല, ഞാൻ മടുക്കിയല, ഞാൻ നിരുത്സാഹപ്പെടിയല, ഞാൻ പരാതി പറയല, ഞാൻ നിരാശപ്പെടിയല, ഞാൻ കുറ്റപ്പെടുത്തിയല. ഈ ആഗ്രഹത്തോടെ നീ ദൈവത്തിന്റെ മുമ്പിൽ ഈ ആഴ്ച ആയിരിക്കുന്ന മുഴുവൻ സമയവും നിന്റെ ഉയർത്തുന്ന കരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി ഒഴുകുവാൻ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ സ്തുതിപ്പിൽ എല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയുടെ അഭിഷേകം നിറയുവാൻ ആഗ്രഹിച്ച് ഈ ഉയർത്തിയ നിന്റെ കരത്തിന്റെ കീഴിൽ, നിന്റെ ശിരസ് മുതൽ കാൽപാദം വരെ ഏതെല്ലാം വിധത്തിലുള്ള നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളും പരാതികളും പരിഭവമുണ്ടോ അവയെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഉയർത്തിയ കരങ്ങളിലേക്ക്, യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതാവായ ദൈവത്തിന്റെ മഹത്വം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ ഒരു അഭിഷേകമായി മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് എല്ലാവരും അധരം തുറന്നു സ്തുതിച്ചോ. ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കും. അല്പം കൂടി സ്വരമുയർത്തി സ്തുതിക്കും. നിന്റെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളെയും കൊടുത്ത് സ്തുതിക്കൂ. നിന്നെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ കാരണങ്ങളെയും കൊടുത്ത് സ്തുതിക്കൂ. എല്ലാ പരാജയങ്ങളെയും നഷ്ടങ്ങളെയും ബലഹീനതകളെയും കൊടുത്ത് സ്തുതിക്കൂ. കരമുയർത്തി കരമുയർത്തി കൈകൊഴഞ്ഞാലേ, ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ശബ്ദം പോയാലേ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിയാലേ, സഹിച്ച് സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ, കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുകിയാലേ അവൻ ഇറങ്ങി വരികയുള്ളൂ. അതാണ് അവന്റെ ശൈലി. ഭാഷാപരമുള്ളവരെല്ലാ ഭാഷ അവിടുത്തെ സ്തുതിക്കുക. പുതിയ ഭാഷാപരത്തിന് വേണ്ടി സ്തുതിക്കുക. ഷഹമല്യ ഹമാലിയ ഹമാലിയ ഈശോയെ 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 വിളിച്ചു സ്തുതിക്കുക.
ആ നാമത്തിന്റെ ശക്തിയുടെ അഭിഷേകമായി മാറണം. ആ നാമത്തിന്റെ ശക്തിയുടെ സൗഖ്യമായി മാറണം. ആ നാമത്തിന്റെ ശക്തിയുടെ വിടുതലായി മാറണം. ആ നാമത്തിന്റെ ശക്തിയുടെ രക്ഷയായി മാറണം. ആ നാമത്തിന്റെ ശക്തി പുതിയ അനുഭവം ലഭിക്കുവാൻ അടയാളമായി മാറണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൂ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഒന്നുകൂടെ ശക്തമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുക. നന്നായിട്ട് നടുവൊക്കെ നിവർത്തി ശരിക്കും കണ്ണു തുറന്നിരിക്കണം. ആര് കണ്ണടച്ചിടയാനിക്കണം? എല്ലാവരും കണ്ണു തുറന്നിരിക്കണം. കൂടുതൽ കൂടുതൽ വചനത്തിന്റെ ഉൾക്കാഴ്ചയും വചനത്തിലൂടെ ദൈവിക ജ്ഞാനവും വെളിപ്പെടുത്തലും കിട്ടുന്നതിന് വേണ്ടി ഉള്ളിൽ ആഗ്രഹിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 4 കാര്യങ്ങളാണ് ഈ ധ്യാനത്തിലൂടെ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്നത്. മരിയൻ ധ്യാനത്തിലൂടെ തുടർന്നുള്ള ഓരോ നിമിഷവും ഈ ആഴ്ച മുഴുവൻ ലഭിക്കേണ്ട ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും കാരണത്താൽ എന്നിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ദൈവകൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചോർന്നു പോയ ദൈവകൃപ എനിക്ക് തിരിച്ചു കിട്ടണം. എന്നിൽ ഉള്ള കൃപ കൂടുതൽ കൂടുതൽ വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നലകളില് നിന്റെ ഏതെങ്കിലും വാക്കോ പ്രവൃത്തിയോ പെരുമാറ്റമോ ദുശീലത്തിന്റെ, പാപത്തിന്റെ, തിന്മയുടെ, സ്വാർത്ഥതയുടെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാരണങ്ങളാൽ ദൈവം നിന്നിൽ നിക്ഷേപിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു പിടിക്കണം. അതോടൊപ്പം നിന്നിൽ ഉള്ളതായ ദൈവത്തിന്റെ കൃപ കൂടുതൽ അഭിഷേകമായി, കൂടുതൽ ശക്തിയായി മാറണം. പറയൊരു ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഒരു കയ്യടി കൂടെ കൊടുക്ക്. കയ്യടിക്ക് ശക്തി പോരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, നിനക്ക് പൂർണ്ണമായ ഒരാന്തരിക സൗഖ്യം കിട്ടണം. നിനക്ക് പൂർണ്ണമായ ഒരാന്തരിക സൗഖ്യം. മനസ്സിന്റെ എല്ലാ മുറിവുകൾക്കും സൗഖ്യം കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ ജ്ഞാനം, നീ ഏത് കാര്യം ചെയ്താലും അവിടെ എല്ലാം ജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ജ്ഞാനം, ശരിയേത് തെറ്റേത് തിരിച്ചറിഞ്ഞ് ശരി മാത്രം ചെയ്യാൻ ഇത് ജ്ഞാനം സഹായിക്കുന്നു. നന്മയേത് തിന്മയേത് തിരിച്ചറിഞ്ഞ് നന്മ മാത്രം ചെയ്യാൻ, പാപമേത് പുണ്യമേത് തിരിച്ചറിഞ്ഞ് പുണ്യം മാത്രം ചെയ്യാൻ, പുണ്യം ചെയ്ത് പുണ്യത്തിൽ വളർന്ന് അനേകരെ പുണ്യത്തിൽ വളർത്താൻ ഇത് ജ്ഞാനമുള്ള വ്യക്തിക്കാണ് സാധിക്കുക. ആന്തരികമായ സൗഖ്യം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ജ്ഞാനത്തിന്റെ അഭിഷേകം കിട്ടുള്ളൂ. 3, എന്നിൽ കൂടുതലായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും. പുതിയ പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും പ്രചോദനവും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. 4ാമത്തെ കാര്യം, യേശുക്രിസ്തു എന്റെ ഉള്ളിൽ എന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി ഓരോ ദിവസവും ജീവിക്കാൻ സാധിക്കണം. യേശുക്രിസ്തു എന്നിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി, ഉണ്ടെന്ന് വിചാരിച്ച് നടന്നാ പോരാ, കാണാൻ സാധ്യതയുണ്ടെന്ന് കരുതി നടന്നാ പോരാ, ഓരോ ദിവസവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ 4 കാര്യങ്ങളെ വിശുദ്ധീകരിക്കാൻ ഞാൻ സന്തോഷത്തിന്റെ രഹസ്യത്തില്
3 രഹസ്യങ്ങളെയാണ് എടുക്കുക. ഒന്നാമത്തെ രഹസ്യം, രണ്ടാമത്തെ രഹസ്യം, 5-ാമത്തെ രഹസ്യം. ഈ 3 രഹസ്യങ്ങളിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. 1, ദൈവപുത്രന്റെ മാതാവാകാൻ എന്തുകൊണ്ട് മറിയത്തെ തെരഞ്ഞെടുത്തു? മറിയം ദൈവപുത്രന്റെ മാതാവാകാൻ തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? 2, മറിയം എന്തിനാണ് ഉദരത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ട് എലിസബത്തിന്റെ വീട്ടിലേക്ക് പോയത്? 3, യേശുവിന് 12 വയസ്സുള്ളപ്പോൾ എന്തുകൊണ്ട് മറിയത്തിനും യോസേപ്പിതാവിനും യേശുവിനെ നഷ്ടപ്പെട്ടു? 4, എന്തിനാണ് യേശു ദേവാലയത്തിൽ തങ്ങിയത്? ദേവാലയത്തിൽ യേശു തങ്ങിയതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു കാരണമുണ്ടോ, ലക്ഷ്യമുണ്ടോ? ഈ 4 കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2 കരങ്ങളും ഉയർത്തിയ 2 ഹല്ലേലൂയ പറഞ്ഞേ. ഇനി നല്ല ശബ്ദത്തിൽ കൂടെ പറയണം. ഇനി നല്ലൊരു കയ്യടി കൂടെ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ കാര്യം, എന്തുകൊണ്ട് മറിയത്തെ ദൈവപുത്രന്റെ മാതാവാകാൻ ദൈവം തെരഞ്ഞെടുത്തു? അത്രേ ഉള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ലൂക്ക 1:28. മറിയത്തിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധി, ദൈവത്തിന്റെ കൃപയുടെ നിറവ് മറിയത്തിൽ പൂർണ്ണത പ്രാപിച്ചപ്പോൾ ഈ ദൈവകൃപയുടെ നിറവാണ് മറിയത്തെ ദൈവപുത്രന്റെ മാതാവാകാൻ ദൈവം തെരഞ്ഞെടുക്കാനായിട്ട് മറിയത്തിൽ ദൈവം കണ്ട യോഗ്യത. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറിയത്തിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞതാണ് മറിയത്തെ ദൈവപുത്രന്റെ മാതാവാകാൻ തെരഞ്ഞെടുത്തെങ്കിൽ എന്താണ് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവികത മാനുഷികതയിൽ നിറഞ്ഞ് മാനുഷികതയെ ദൈവികതയാക്കി മാറ്റുന്നു. ദൈവികത മാനുഷികതയിൽ നിറഞ്ഞ് മാനുഷികതയെ ദൈവികതയാക്കി മാറ്റുന്നു. ഇതാണ് ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ ദൈവം പൗരോഹിത്യത്തിലേക്ക് വിളിച്ചത് അതിന്റെ കാരണം എന്നിൽ ദൈവത്തിന്റെ കൃപയുണ്ട് എന്ന് ദൈവം കണ്ടു. ഇവിടെ ഇരിക്കുന്ന ഒരു ഭർത്താവിന്, ഇവിടെ ഇരിക്കുന്ന ഒരു ഭാര്യ വിവാഹം എന്ന കുദാശയിൽ സ്വീകരിക്കാൻ, കുദാശയ്ക്ക് തെരഞ്ഞെടുക്കാൻ, ദാമ്പത്യ ജീവിതത്തിലേക്ക് വിളിക്കാൻ അതിന് ദൈവം കണ്ട ഒരൊറ്റ കാരണമുള്ളൂ. ഈ സ്ത്രീയിൽ, ഈ പുരുഷനിൽ, ഈ ഭർത്താവിൽ, ഈ ഭാര്യയിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞത് ദൈവം കണ്ടു. അപ്പോൾ വിവാഹം എന്ന കുദാശ സ്വീകരിക്കാനുള്ള യോഗ്യത എന്താണ്? വിവാഹം എന്ന കുദാശ സ്വീകരിക്കാനുള്ള യോഗ്യത ആ വ്യക്തിയിൽ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 11-ാം തിരുവചനം, അതിന്റെ 1 മുതലുള്ള വചനത്തിൽ അവിടെ പറയുന്ന കാര്യം ഇതാണ്. ഈശോ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ദാമ്പത്യ ജീവിതത്തിന്റെ അഭേദ്യതയെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും എല്ലാം യേശുവെന്ന് ശിഷ്യന്മാർ കേട്ടപ്പോൾ, കേട്ട ശിഷ്യന്മാർ ഇങ്ങനെ യേശുവോട് ചോദിച്ചു, ഭാര്യ ഭർത്തൃ ബന്ധം ഇത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്? ഇങ്ങനെ ചോദിച്ച ശിഷ്യന്മാരോട് ഈശോ കൊടുത്തൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 11-ാം തിരുവചനം. കൃപ ലഭിച്ചവർക്ക് ഇത് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹം എന്ന കുദാശയിലെ കർത്താവ് തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധിയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ സ്വീകരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിച്ച ഭാര്യയെയും ഭർത്താവിനെയും ഇങ്ങനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്.
രണ്ട് സ്ഥലങ്ങളിലും രണ്ട് ഭവനങ്ങളിലും ഒന്നിച്ച് ആയിരുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹം എന്ന കൂദാശയുടെ കർത്താവ് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല എന്ന ആ വചനത്തിന്റെ നിറവിൽ മരണം വരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ, അനുഗ്രഹത്തോടെ, ദൈവിക സമൃദ്ധിയുടെ നിറവിൽ ജീവിക്കണമെങ്കിൽ ഓരോ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട, ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എന്നിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞതുകൊണ്ടാണ് ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്കായ ഈ ജീവിതം എനിക്ക് തന്നത്. അതിനാൽ എന്റെ വാക്കുകൊണ്ട് എന്നിൽ ദൈവം നിക്ഷേപിച്ചിട്ട് കൃപ ചോർന്നു പോകരുത്. എന്റെ പ്രവൃത്തി കൊണ്ട് ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നതായ കൃപ ചോർന്നു പോകരുത്. എന്റെ പെരുമാറ്റം കൊണ്ട് ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപ ചോർന്നു പോകരുത്. എന്റെ പാപം, എന്റെ ദുശീലം, എന്റെ സ്വാർത്ഥത, എന്റെ വെറുപ്പ്, എന്റെ വൈരാഗ്യം, ഇവ ഒന്നും എന്നിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ എന്നിൽ ദൈവം നിക്ഷേപിച്ച കൃപ ചോർന്നു പോകും. വിവാഹം എന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും മരണം വരെ ഈ കൃപ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ച്, ഈ കൃപ കൂടുതൽ കൂടുതൽ നിറച്ച്, ഈ കൃപയുടെ നിറവിൽ ലോകത്തിന്റെ മുമ്പിൽ മാതൃകാപരമായിട്ടുള്ള കുടുംബ ജീവിതം നയിക്കണമെങ്കിൽ, ലോകത്തിന്റെ മുമ്പിൽ ഈ കുടുംബമാണ് ഭൂമിയിലെ സ്വർഗം എന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ, ഭൂമിയിൽ സ്വർഗം പണിയേണ്ട, സ്വർഗം എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഭാര്യയും ഭർത്താവും ഓരോ നിമിഷവും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കൃപ ചോർന്നു പോകാതെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. പറയൊരു ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി മനസ്സു തുറന്ന് നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം, 2015 ഒക്ടോബർ 18 ഞായറാഴ്ച റോമിലെ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭാര്യനെ ഭർത്താവിനെയും ഒന്നിച്ച് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ഓർക്കുന്നുണ്ടോ? വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ച ആ ഭാര്യയും ഭർത്താവും ആരാണെന്നറിയാവോ? വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കന്മാരായ ലൂയി മാർട്ടിൻ സെലി ഗൊരിൻ. ലൂയി മാർട്ടിനും സെലി ഗൊരിനും സെലി ഗൊരിന്റെ ഒരു പുസ്തകത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതം ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും കഷ്ടപ്പാടും സഹനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അനുഗ്രഹപ്രദമായിരുന്നു. കാരണം ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ച കൃപ, വിവാഹം എന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കാൻ കാരണമായി തരുന്ന ദൈവത്തിന്റെ കൃപ, ആ കൃപ ദാമ്പത്യ ജീവിതത്തിൽ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. ദൈവത്തിന്റെ കൃപ ചോർന്നു പോകാതെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് 3 കാരണങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം സെലിൽ ഗൊരിൻ എഴുതി വെച്ചിരിക്കുന്നു, എല്ലാ കാര്യത്തിലും എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കി. എല്ലാ കാര്യത്തിലും എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കി. ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കൃപ കൂടുതൽ കൂടുതൽ വർദ്ധിക്കണമെങ്കിൽ കുടുംബജീവിതത്തിൽ എല്ലാ നിമിഷവും ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പൗരോഹിത്യ ജീവിതം തരാൻ കാരണം എന്നിൽ ദൈവത്തിന്റെ കൃപ ഉള്ളത് ദൈവം കണ്ടു. ദൈവത്തിന്റെ കൃപയാണ് ഈ ജീവിതാവസ്ഥയ്ക്കായിട്ട് എന്നെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ എന്റെ പൗരോഹിത്യ ജീവിതം കൂടുതൽ കൂടുതൽ അഭിഷേകമായി തീരണമെങ്കിൽ, ഈ പൗരോഹിത്യ ജീവിതത്തിലൂടെ അനേകർക്ക് ദൈവിക നന്മ ലഭിക്കണമെങ്കിൽ, ദൈവിക ചൈതന്യം ലഭിക്കണമെങ്കിൽ, ഞാന്
ഓരോ ദിവസവും കൃപ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിയെയും മനസ്സിലാക്കണം. എന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ അങ്ങനെ പറഞ്ഞെങ്കിൽ, അങ്ങനെ പറയാൻ കാരണമായി തീർന്ന അവരുടെ പറച്ചിലിനെ ഓർത്ത് ആ പറച്ചിലിനെ മുറിവേറ്റ വാക്കിനെ എന്റെ ഉള്ളിൽ സ്വീകരിക്കുകയല്ല, ഞാൻ അതിനെ ഓർത്ത് തിരിച്ച് ദേഷ്യപ്പെടുകയല്ല. മറിച്ച് അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തിയെങ്കിൽ ആ കുറ്റപ്പെടുത്തലിന്റെ പിന്നിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടാകും. ഏതെങ്കിലും വിധത്തിലുള്ള സാഹചര്യത്തിൽ സമ്മർദ്ദമായിരിക്കും. ഞാന് ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്തോറും ഞാൻ ആ വ്യക്തിയെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിച്ച് നോക്കുമോ? ദൈവത്തെയല്ല, മനുഷ്യനേല് എനിക്ക് ഇന്ന വ്യക്തിയെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ കാരണം ആ വ്യക്തി എന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാണ്. നമ്മളെ ആര് കൂടുതൽ മനസ്സിലാക്കുന്തോറും നമുക്ക് അവരെ കൂടുതൽ ഇഷ്ടമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാര്യ ഭർത്താവിനെ കൂടുതൽ ഇഷ്ടപ്പെടണമെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ഭർത്താവ് ഭാര്യനെ കൂടുതൽ മനസ്സിലാക്കണം. ഒരു ഭർത്താവ് ഭാര്യയെ കൂടുതൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഭാര്യ ആ ഭർത്താവിനെ കൂടുതൽ മനസ്സിലാക്കണം. കൂടുതൽ മനസ്സിലാക്കുന്തോറും ഇഷ്ടം വർദ്ധിക്കും. സെലിക്കുരൻ പറയുന്നു, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ കൂടുതൽ വർദ്ധിക്കാൻ കാരണം എല്ലാ കാര്യത്തിലും എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കി, ഞാന് എന്റെ ഭർത്താവിനെ മനസ്സിലാക്കി. ഏത് ജീവിതാവസ്ഥയിലായാലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ കൂടുതൽ വർദ്ധിപ്പിക്കണമെങ്കിൽ, കൂടുതൽ അഭിഷേകമായി മാറണമെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും കൂടുതൽ മനസ്സിലാക്കണം. കൂടുതൽ മനസ്സിലാക്കുന്തോറും എനിക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള പരാതി ഇല്ലാതാവും. കൂടുതൽ മനസ്സിലാക്കുന്തോറും എനിക്ക് ആ വ്യക്തിക്കെതിരെയുള്ളതായ എല്ലാ പ്രവണതകളും മാറും. പ്രൈസ് ദി ലോർഡ്.